ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹാജാസ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മെം സീരീസ് ആണ്. മെം സീരീസിലെ മലയാളം ക്ലാസ്സിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ വാക്യശുദ്ധി എന്ന് പറയുന്ന വലിയൊരു കടമ്പയുടെ അവസാനത്തെ കടമ്പയിലെത്തി നിൽക്കുകയാണ്. നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് ഉറപ്പ് തന്നിരുന്നു, ഇനി ഇതിലൊരു 5-6 ക്വസ്റ്റ്യൻസും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചുകനിഫ പറയുന്ന കണക്ക് ഇനി ഒരാഴ്ചത്തേക്ക്, ഇനി ഒരു കൊല്ലത്തേക്ക് വാക്യശുദ്ധിയില്ല. 6 ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ, അല്ലെങ്കിൽ 6 ആണോ 7 ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിരുന്ന് പഠിച്ചേ പറ്റത്തുള്ളൂ. പ്രയോജനം നിങ്ങൾക്ക് തന്നെയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാമേ. ഈ പാർട്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ശരിയായ വാക്യം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുക. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കിയേ. നമ്മൾ തെറ്റാണ് നോക്കുന്നത്, ശരിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? തെറ്റുകളെ ആദ്യം എടുത്ത് കളയണം. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നത് ആരായിരിക്കും? സഹപ്രവർത്തകനല്ലേ ആകത്തുള്ളൂ. സഹപാഠിയൊന്നും ആയിരിക്കത്തില്ലല്ലോ, അല്ലെ സഹയാത്രികനൊന്നും ആയിരിക്കത്തില്ലല്ലോ. പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ എന്നൊക്കെ വേണോ? വേണ്ട. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ എന്ന് മതി, സഹപ്രവർത്തകനെ എന്ന് വേണ്ട. അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി എന്ന് മതി. എങ്ങനെയാണ് നമുക്കിത് ശരിയാക്കേണ്ടുന്നത്? ശരിയാക്കാം, അവിടെ ഇരുന്നോട്ടെ. നമുക്ക് ആദ്യം നമുക്കിതിനെ ശരിയായ വാക്യം കണ്ടുപിടിക്കാം. ബി നോക്കിക്കേ. എൻ്റെ ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല, അത് ശരിയാണ്. ഇനി യാത്രാമധ്യേ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകനെ കണ്ടുമുട്ടി. അങ്ങനെ കറങ്ങി വരുവാണ്. ആദ്യം അത് തെറ്റിച്ച് എഴുതിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചത് കൊണ്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടി 3ാമത് കൊണ്ട് വെച്ചേക്കുക. യാത്രാമധ്യേ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകനെ കണ്ടുമുട്ടി. അതാണെങ്കിലും തെറ്റ് തന്നെ. ഇനി ഓപ്ഷൻ ഡി നോക്കിക്കേ. യാത്രാമധ്യേ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ കണ്ടുമുട്ടി. അതിനെന്താ പ്രശ്നം? അതിന് ക്രമം ശരിയല്ല അല്ലേ? യാത്രാമധ്യേ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എന്നുള്ളതിൽ ഒരു സെന്റൻസിന് ക്രമത്തിൽ ഒരു തെറ്റുണ്ട്, ഒരു ശരിയില്ലായ്കയുണ്ട്. അപ്പോൾ അതും എന്താണ്? തെറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എൻ്റെ ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ശരിയാക്കാം എന്ന് പറഞ്ഞു? ഓപ്ഷൻ എ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ എന്നെഴുതാം. ഒരാളെ യാത്രാമധ്യേ കണ്ടുമുട്ടി എന്നാക്കാം. അല്ലെങ്കിൽ എൻ്റെ ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി എന്നും എഴുതാം. ഇത് രണ്ടും ശരിയാണ്. ശരി, അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അപ്പോൾ നമ്മൾ ശരി ഉത്തരങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി സമാനമായിട്ടുള്ള ചില ഉദാഹരണങ്ങളും കൂടെ നമുക്ക് നോക്കാം കേട്ടോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ഇതുപോലെ വരാൻ സാധ്യതയുള്ള കുഴപ്പിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോണേ. വേറെ മറ്റു കാരണമൊന്നും ഞാൻ കാണുന്നില്ല. ഫസ്റ്റ് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? വേറെ മറ്റു കാരണമൊന്നും ഞാൻ കാണുന്നില്ല. ഇതൊക്കെ നമ്മൾ പറയാറുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണല്ലേ നിത്യജീവിതത്തിൽ. വേറെ മറ്റും കൂടെ വേണോ? വേണ്ട. ഇതിനെ നമുക്ക് എങ്ങനെ ശരിയാക്കാം? വേറെ കാരണമൊന്നും ഞാൻ കാണുന്നില്ല എന്നെഴുതാം. അല്ലെങ്കിൽ മറ്റു കാരണമൊന്നും ഞാൻ കാണുന്നില്ല എന്ന് എഴുതാം. ഇനി അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം പറഞ്ഞു തരാമേ, ശ്രദ്ധിച്ചോ. അവൻ ജീവിതം വെറുതെ വ്യർത്ഥമാക്കുകയാണ്. എൻ്റെ വായൊക്കെ നിങ്ങൾ വായായിട്ട് അംഗീകരിക്കണേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ. അവൻ ജീവിതം വെറുതെ വ്യർത്ഥമാക്കുകയാണ്. ഞാൻ റബ്ബറിട്ട് മാറ്റിയാമേ, എൻ്റെ റബ്ബർ കട്ടയൊക്കെ ഉണ്ട് എനിക്ക്. വ്യർത്ഥമാക്കുകയാണ്. എന്താണ്? അവൻ ജീവിതം വെറുതെ വ്യർത്ഥമാക്കുകയാണ്. എന്താ ഇവിടുത്തെ തെറ്റ്? ജീവിതം വെറുതെ കളഞ്ഞാൽ തന്നെ അത് വ്യർത്ഥമാണ് അല്ലേ? വ്യർത്ഥവും വെറുതെയും ഒരുമിച്ച് പ്രയോഗിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവൻ ജീവിതം വ്യർത്ഥമാക്കുകയാണ് എന്ന് മതി. ഈ വെറുതെ അവിടെ വേണ്ട. അതുപോലെ വേറൊരു ഉദാഹരണം കൂടെ നോക്കിക്കോ, അപ്പോൾ കുറച്ചുകൂടെ കാര്യം മനസ്സിലാവും. കലാപരിപാടി ഏറെ ആസ്വാദ്യകരമായിരുന്നു. കലാപരിപാടി ഏറെ, എൻ്റെ ഏറെയൊക്കെ ഒരു തുമ്പിക്കൈയൊക്കെ വന്നേക്കുന്നു. എൻ്റെ ഡബ്ബർ കെട്ട് എടുക്കട്ടെ. ഏറെ ആസ്വാദ്യകരമായിരുന്നു. ഇതിനെ നമുക്ക് എങ്ങനെ ശരിയാക്കാം?
കലാപരിപാടി ആസ്വാദ്യകരം വേണ്ട കേട്ടോ. ഈ പരിപാടി എവിടെ? പരിപാടി ആസ്വാദ്യമായിരുന്നു എന്ന് മതി കേട്ടോ. ആസ്വാദ്യമായിരുന്നു, ആസ്വദിക്കാൻ സാധിക്കുന്നതായിരുന്നു എന്ന് മതി. ഏറെ ആസ്വാദ്യമായിരുന്നു എന്ന് മതി. അല്ലാതെ ഏറെ ആസ്വാദ്യകരമായിരുന്നു എന്നൊന്നും വേണ്ട. ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കേ, 11ാമത്തെ ക്വസ്റ്റ്യൻ. ശരിയായ വാക്യം എടുത്തെഴുതുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. അവന്റെ ഭാവിയോർത്ത് ഞാൻ ആശങ്കാകുലനാണ്. എന്താണ്? അവന്റെ ഭാവിയെ പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. ഇനി ഓരോ വീട് തോറും കയറണം. ബി കണ്ടോ? ഓരോ വീട് തോറും കയറണം. എന്താ തെറ്റ്? പറയാം. ഇനി ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല. എന്തെങ്കിലും തെറ്റുണ്ടോ? ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല. പരീക്ഷ എഴുതാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയപ്പോൾ ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും എഴുതിയില്ല, അതുകൊണ്ട് ഞാൻ തോറ്റുപോയി അല്ലേ? അങ്ങനെയല്ലേ? ഇനി നമ്മൾ അങ്ങനെ തോക്കൂ? ഇല്ല. ഇനി നമുക്ക് പരീക്ഷാ പേപ്പർ കിട്ടുന്നതിന് മുമ്പേ തോന്നുകയാണ് എഴുതി തകർക്കാനുള്ള ആൻസറുകളെല്ലാം മലയാളത്തിന്റെ അല്ലേ? നോക്കിക്കേ, ഡി നോക്കിക്കേ. അപ്പോൾ അത് ശരിയാണല്ലേ? ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല എന്നുള്ള സെന്റൻസ് ശരിയാണ്. എൻ്റെ ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ഓടി വരണേ. ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലേ നല്ലത്. ആരായാലും മരിച്ചു പോകും. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലേ നല്ലത്. ഭേദം നല്ലത് ജീവിക്കുന്നതിനേക്കാൾ. എല്ലാത്തിനും കൂടെ ഒരു അർത്ഥം തന്നെയാണ് വരിക. അപ്പോൾ എന്താണ്? അതിനെ എങ്ങനെ മാറ്റാൻ പറ്റും ഇവിടെ? ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ മരിക്കുകയല്ലേ നല്ലത് മതി. ഭേദവും കൂടെ വേണോ? വേണ്ട. ഭേദം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുകയല്ലേ നല്ലത്. ഇത്രയും വലിയ ഒരു ഇതൊന്നും വേണ്ട. അവിടെ ആ ഭേദം നമുക്ക് എടുത്ത് കളയാം. അപ്പോൾ ഇവിടെ ശരിയായ വാക്യം ഓപ്ഷൻ സി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് ശരിയാക്കി എടുക്കണം. എങ്ങനെ ശരിയാക്കാം? എ നമുക്ക് ആദ്യം ശരിയാക്കാം. എ എങ്ങനെ ശരിയാക്കാം? അവന്റെ ഭാവിയെ പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. അവന്റെ ഭാവിയെ പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. ഒന്നും വേണ്ട. എങ്ങനെ ശരിയാക്കാം? അവന്റെ ഭാവിയെ പറ്റി ഓർത്താൽ തന്നെ എന്തായി? അവന്റെ ഭാവിയെ പറ്റി ഓർക്കുമ്പോൾ തന്നെ അത് ആശങ്കയായി. പിന്നെ അത് എന്ത് മാത്രം മതി? ആകുലത മാത്രം മതി. ആകുലനാണ് എന്ന് മതി. ഇനി ഓരോ വീട് തോറും കയറണം. എങ്ങനെയാക്കാം? ഓരോ വീട് തോറും വേണോ? ഒന്നുകിൽ ഓരോ വീട്ടിലും കയറണം, അല്ലെങ്കിൽ വീട് തോറും എന്ന് പറഞ്ഞാൽ തന്നെ ഓരോ വീട്ടിലും എന്നാണ് അർത്ഥം. സോ വീട് തോറും കയറണം എന്ന് മതി. ഇനി അടുത്ത് സി നോക്കിക്കേ. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലേ നല്ലതെന്നൊക്കെ കേട്ടാൽ ആരും ചത്തുപോകും. ഒരു സിനിമയ്ക്കകത്ത് വാണി വിശ്വനാഥ് ഇന്നസെന്റ് പറയുന്നുണ്ട്, അവള് പറയുന്നത് കേട്ട് എനിക്ക് മരിക്കാൻ കൊതിയാകുന്നെന്ന്. അതുപോലെയാണ് ആരെയും കൊതിപ്പിക്കുന്ന ഒരു സെന്റൻസ് അല്ലേ? അപ്പൊ അത് വേണം അവിടെ അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ, ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ മരിക്കുകയല്ലേ നല്ലത് എന്ന് മതി. അതത്ര നല്ലതൊന്നും അല്ല കേട്ടോ അങ്ങനെ മരിക്കുന്നത്. ജീവിക്കണം. ശരി. അപ്പോൾ അതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഓപ്ഷൻസ്. തെറ്റായ ഓപ്ഷൻസിനെ നമ്മൾ ശരിയാക്കിയത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കേ, 12. ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. എങ്ങനെയാണ് തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്? നോക്കിക്കേ, നോക്കിക്കേ. അയാൾ രാപ്പകൽ ഇല്ലാതെ അഹോരാത്രം പണിയെടുത്തു. എന്താണ്? അയാൾ രാപ്പകലില്ലാതെ അഹോരാത്രം, കേട്ടോ, അഹോരാത്രം പണിയെടുത്തു. എന്തോ അവിടെ പ്രശ്നം എന്താണ്? രാപ്പകൽ എന്ന് പറഞ്ഞാൽ തന്നെ രാവും പകലും ഭേദമില്ലാതെ എന്നാണ്. അഹോരാത്രം രാത്രി വരേക്കും എന്നുള്ള അർത്ഥം. അപ്പോൾ രാപ്പകലും അഹോരാത്രവും കൂടെ ഒരുമിച്ച് അവിടെ വന്നത് കൊണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി നോക്കിക്കേ, ഞാൻ രാപ്പകലില്ലാതെ പണിയെടുത്തു. നമ്മൾ പറയാറുണ്ടല്ലേ അങ്ങനെ, രാപ്പകലില്ലാതെ, രാവ് പകൽ എന്ന് ഭേദമില്ലാതെ ഞാൻ പണിയെടുത്തു പറയുമ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ശരിക്കും
തെറ്റില്ല. PSC ഇത് തന്നെയാണ് ഉത്തരമായിട്ട് തന്നിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് വരാം. അതിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. അടുത്തത് നോക്കിക്കേ, അയാൾ അഹോരാത്രം മുഴുവൻ പണിയെടുത്തു. എന്താണ് അഹോരാത്രം മുഴുവൻ? അതായത് രാത്രി വരേക്കും, ദിവസം മുഴുവനും എന്നുള്ള അർത്ഥമാണ്. പിന്നെ അവിടെ മുഴുവനും വീണ്ടും വേണോ? വേണ്ട. അഹോരാത്രം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ദിവസം മുഴുവൻ, രാത്രി വരേക്കും, രാത്രി ഭേദമില്ലാതെ എന്നുള്ളൊക്കെ അർത്ഥമൊക്കെ വന്നു കഴിഞ്ഞു. പിന്നെ അവിടെ ഒരു മുഴുവനും കൂടി വേണോ? അവിടെ വേണ്ട, അത് തെറ്റ്. ഇനി D നോക്കിക്കേ, അയാൾ രാവും പകലും അഹോരാത്രം പണിയെടുത്തു. രാവും പകലും അഹോരാത്രം എന്താണ്? രാത്രി അപമാനിക്കുന്നു. രാവെന്ന് ഇവിടെ കൊടുത്തിട്ട് പിന്നെ അഹോരാത്രം എന്നൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റും തെറ്റ്. അപ്പോൾ PSCയുടെ ഉത്തരപ്രകാരം ഞാൻ രാപ്പകലില്ലാതെ പണിയെടുത്തു എന്ന ഓപ്ഷനാണ് ശരിയായിട്ട് കൊടുത്തിരിക്കുക. ഇവിടെ ചെറിയ ഒരു വ്യത്യാസം വരുത്തിയാൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് കൂട്ടാം. അതായത് രാപ്പകൽ എന്നുള്ള പ്രയോഗം തെറ്റാണ്. ശരിക്കും എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടുന്നത്? രാപകൽ എന്നാണ് പ്രയോഗിക്കേണ്ടത്. ഇപ്പം വേണ്ട കേട്ടോ, രാപകൽ എന്ന് മതി. നമ്മൾ പരിശുദ്ധി പഠിക്കുമ്പോൾ നമുക്കത് ശരിയാക്കാം. രാപകൽ എന്നുള്ള പ്രയോഗം തെറ്റാണ്, രാപകലാണ് ശരി. അപ്പോൾ ഞാൻ രാപകലില്ലാതെ പണിയെടുത്തു എന്നാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. PSC ഇത് തന്നെയാണ് ഉത്തരമായിട്ട് തന്നിരിക്കുക. ചെറിയൊരു പ്രശ്നമുള്ളത് ഇപ്പ കിടക്കുന്നു. ഇപ്പ വേണ്ട, എന്ത് മാത്രം മതി? പാ മാത്രം മതി. ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. നോക്കിക്കോ, കൈക്കൂലി വാങ്ങാനും ആദർശം പ്രസംഗിക്കുകയും ചെയ്യാൻ ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. എന്താ പ്രശ്നം? കൈക്കൂലി വാങ്ങാനും ആദർശം പ്രസംഗിക്കുകയും. തെറ്റല്ലേ? ഇവിടെ വാങ്ങാനും എന്ന് വന്നാൽ പ്രസംഗിക്കാനും എന്ന് വരണമായിരുന്നു. സോ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ഇനി നോക്കിക്കേ, കൈക്കൂലി വാങ്ങാനും ആദർശം പ്രസംഗിക്കുവാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു അങ്ങനെയാണ് ശരിയായിട്ട് എഴുതേണ്ടുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരി. അടുത്തത് നോക്കിക്കേ, കൈക്കൂലി വാങ്ങുകയും ആദർശം പ്രസംഗിക്കുവാനും. വാങ്ങുകയും എന്ന് വന്നെങ്കിൽ ഇവിടെ പ്രസംഗിക്കുകയും ചെയ്യാൻ ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല എന്ന് വരണമായിരുന്നു. ഇവിടെ വാങ്ങുകയും എന്ന് വന്നതുകൊണ്ട് ഇവിടെ പ്രസംഗിക്കുകയും എന്ന് വരണമായിരുന്നു. അപ്പോൾ കൈക്കൂലി വാങ്ങുകയും ആദർശം പ്രസംഗിക്കുകയും ചെയ്യാൻ ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല എന്നായിരുന്നെങ്കിൽ ശരിയായേനെ. പക്ഷേ ഇത് തെറ്റാണ്. എന്തായിരുന്നു? കൈക്കൂലി വാങ്ങുകയും ആദർശം പ്രസംഗിക്കുകയും എന്ന് തിരുത്തണമായിരുന്നു. ചെയ്യാൻ എന്നുകൂടി ചേർക്കണം. എന്നിട്ട് ചെയ്യാൻ ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല എന്നായിരുന്നെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ശരിയായേനെ. ഇനി D നോക്കിക്കേ, കൈക്കൂലി വാങ്ങിച്ചും ആദർശം പ്രസംഗിച്ചും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. അവിടെ എന്തോ ഒരു കുറവുള്ള പോലെ അല്ലേ? എന്താണ്? ഇപ്പൊ കൈക്കൂലി വാങ്ങിച്ചും ആദർശം പ്രസംഗിച്ചും നടക്കാൻ ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രയോഗിക്കാം. അല്ലാതെ എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ്? എന്താണ്? പ്രസംഗിച്ചും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു അപൂർണതയുണ്ട്. സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ഇതിന് സമാനമായിട്ടുള്ള 2-3 ഉദാഹരണങ്ങൾ കൂടിയുണ്ട്. അതുകൂടി ഒന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോണേ. പരാതി രേഖാമൂലം. എൻ്റെ മലയാളം നിങ്ങൾക്ക് അറബിയായിട്ടൊക്കെ തോന്നും, എന്നാലും നിങ്ങളത് തിരുത്തി എഴുതിക്കൊള്ളാം. പരാതി രേഖാമൂലം എഴുതി കൊടുക്കണം എന്ന് ഓഫീസർ ആവശ്യപ്പെട്ടു. എന്താണ്? പരാതി രേഖാമൂലം എഴുതി കൊടുക്കണം എന്ന് ഓഫീസർ ആവശ്യപ്പെട്ടു. എന്താ പ്രശ്നം? രേഖാമൂലം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എഴുതി കൊടുക്കുക എന്നൊരു വ്യംഗ്യം വന്നു കഴിഞ്ഞു. പിന്നെ എന്തിനാണ് അവിടെ പരാതി രേഖാമൂലം എഴുതി കൊടുക്കണമെന്ന് പ്രയോഗിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇതിനെ എങ്ങനെയാണ് തിരുത്താനുള്ളത്? പരാതി രേഖാമൂലം കൊടുക്കണമെന്ന്, അത് മതി കേട്ടോ. പരാതി രേഖാമൂലം കൊടുക്കണമെന്ന് മതി, എഴുതി കൊടുക്കണമെന്ന് വേണ്ട. രേഖാമൂലം കൊടുക്കണമെന്ന് ഓഫീസർ ആവശ്യപ്പെട്ടു എന്ന് മതി. അതുപോലെ വേറൊരു ഉദാഹരണം നോക്കാം. നീ വരികയും പണം വരികയുമല്ല കേട്ടോ, വരികയുമാണേ. പണം കൊടുത്തയക്കുകയോ ചെയ്യണം. എന്താണ്? നീ വരികയും പണം കൊടുത്തയക്കുകയോ എന്നുള്ള പ്രയോഗം തെറ്റല്ലേ? നീ വരികയും പണം കൊടുത്തയക്കുകയും ചെയ്യണം
എന്ന് ഓക്കെ ശരിയാക്കാം. അതിനേക്കാൾ നല്ലത് നീ വരികയോ പണം കൊടുത്തയക്കുകയോ ചെയ്യണം എന്നുള്ള ഉദാഹരണം അപ്പോൾ എന്ന് പ്രയോഗിക്കുന്നതായിരിക്കും ശരി. ഇനി അടുത്തത് നോക്കിക്കോളൂ, ഒരു ഉദാഹരണം കൂടെ പറയാം. സുഖവും അതിനേക്കാൾ ഉപരി ദുഃഖത്തോടും കൂടിയതാണ് ജീവിതം. ഇതിനെ എങ്ങനെ ശരിയാക്കാം? സുഖവും അതിനേക്കാൾ ഉപരി ദുഃഖവും ചേർന്നതാണ് ജീവിതമെന്ന് പ്രയോഗിക്കാം. അല്ലാതെ സുഖവും അതിനേക്കാൾ ഉപരി ദുഃഖത്തോടും കൂടിയതാണെന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വ്യാകരണ പിശകുണ്ട്. അപ്പൊ എങ്ങനെ ശരിയാക്കണം? സുഖവും അതിനേക്കാൾ ഉപരി ദുഃഖവും ചേർന്നതാണ് ജീവിതമെന്ന് പ്രയോഗിക്കാം. അതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കേ, ശരിയായ വാക്യം ഏത്? പരമാവധി 5 ദിവസം വരെ മഴ പെയ്യാം. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. പിന്നെ കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠനായ കവിയാണ്. വീണ്ടും ഒരിക്കൽ കൂടി ലേഖനം തിരുത്തേണ്ടി വന്നു. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? പരമാവധി 5 ദിവസം വരെ മഴ പെയ്യാം. പരമാവധി 5 ദിവസം വരെ. വരെ വേണോ? 5-ാം ദിവസം മഴ ബ്രേക്കിട്ട പോലെ നിൽക്കുമെന്ന് പറയാൻ നമുക്ക് ബ്രഹ്മാവിന്റെ കഴിവൊന്നും ഇല്ല. അപ്പോ പരമാവധി 5 ദിവസം, ഇതിന്റെ ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? പരമാവധി 5 ദിവസം വരെ എന്നവിടെ വേണോ? വേണ്ട. അപ്പൊ ആ വാക്യം തെറ്റ്. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്താണ്? ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. പ്രത്യേകം പറയുന്നതും എടുത്തു പറയുന്നതും ഒന്നാണ്. രണ്ടും കൂടി അവിടെ പ്രയോഗിക്കേണ്ട കാര്യമില്ല. തെറ്റ്. കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠനായ കവിയാണ്. എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. കുഞ്ചൻ നമ്പ്യാർ മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠനായ, പ്രതിഷ്ഠ നേടിയ കവിയാണ്. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരി. അടുത്ത നോക്കിക്കേ, വീണ്ടും ഒരിക്കൽ കൂടി ലേഖനം തിരുത്തേണ്ടി വന്നു. വീണ്ടും ഒരിക്കൽ കൂടി, ഒരിക്കൽ കൂടിയാണ് വീണ്ടും. അപ്പോൾ വീണ്ടും എന്നും ഒരിക്കൽ കൂടി എന്നും പ്രയോഗിക്കേണ്ട കാര്യമില്ല. എങ്ങനെ മാത്രം പ്രയോഗിച്ചാൽ മതി? വീണ്ടും ലേഖനം തിരുത്തേണ്ടി വന്നു അല്ലെങ്കിൽ ഒരിക്കൽ കൂടി ലേഖനം തിരുത്തേണ്ടി വന്നു എന്ന് പ്രയോഗിച്ചാൽ മതി. അപ്പോൾ ഇവിടുത്തെ ശരിയായ ഉത്തരം സി ആണ്. ബാക്കി തെറ്റുത്തരങ്ങളെ എങ്ങനെ ശരിയാക്കാമെന്ന് നിങ്ങൾ എഴുതി വെച്ചോണേ. ഞാൻ എഴുതി ഇവിടെ ഇടാം. പരമാവധി 5 ദിവസം മഴ പെയ്യാം. അടുത്ത് ബി എങ്ങനെ, ബി അല്ല, സി എങ്ങനെ നമ്മൾ തിരുത്തും? ബി തന്നെ. ബി നമ്മൾ എങ്ങനെ തിരുത്തും? ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് പ്രത്യേകം പറഞ്ഞു. അടുത്ത ഡിയെ നമുക്ക് എങ്ങനെ തിരുത്താം? ഒരിക്കൽ കൂടി. വീണ്ടും വേണോ? വേണ്ട. ഒരിക്കൽ കൂടി ലേഖനം തിരുത്തേണ്ടി വന്നു. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ടൈപ്പിസ്റ്റ് ക്ലർക്ക് മലബാർ സിമെന്റ് ലിമിറ്റഡിന് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കേ, ശരിയായ വാക്യങ്ങൾ കണ്ടെത്താനാണ് കേട്ടോ. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ഓപ്ഷൻ കണ്ടു, ആ ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണെങ്കിൽ അതങ്ങ് ടിക്കറ്റ് മാർക്ക് ചെയ്ത് പോകരുത്. ക്വസ്റ്റ്യൻസ് അങ്ങനെ പല അശ്രദ്ധ കൊണ്ട് പല ക്വസ്റ്റ്യൻസും തെറ്റിപ്പോകാം. അങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. ക്വസ്റ്റ്യൻസ് വായിക്കുക. ശരിയായ വാക്യം എന്നാണോ ശരിയായ വാക്യങ്ങൾ എന്നാണോ പറഞ്ഞിരിക്കുക എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നോക്കിക്കോ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. അദ്ദേഹം ലബ്ധപ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ്. അദ്ദേഹം പ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ്. അദ്ദേഹം ലബ്ധ പ്രതിഷ്ഠ ആർജിച്ച സാഹിത്യകാരനാണ്. അദ്ദേഹം ലബ്ധപ്രതിഷ്ഠനായ സാഹിത്യകാരനാണ്. എന്നിട്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നോക്കിക്കേ,
എന്താണ്? 1 മാത്രം ശരി. ഓപ്ഷൻ എ 1 മാത്രം ശരി. ഓപ്ഷൻ ബി 1ഉം 3ഉം ശരി. 1ഉം 3ഉം ഏതാ നോക്കിക്കേ. അദ്ദേഹം ലബ്ധപ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ്. അദ്ദേഹം ലബ്ധപ്രതിഷ്ഠ ആർജിച്ച സാഹിത്യകാരനാണ്. ഇനി ഡി എന്താണ്? 2ഉം 4ഉം. 2 എന്താണ്? അദ്ദേഹം ലബ്ധപ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ്. 4 അദ്ദേഹം ലബ്ധപ്രതിഷ്ഠനായ സാഹിത്യകാരനാണ്. അപ്പോ ഇവിടത്തെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. എന്താ നോക്കാം, നോക്കിക്കോ. എന്താണ്? അദ്ദേഹം പ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ്. ജനമനസ്സുകളിൽ പ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ്. ആര്? ബഷീറിനെ പറയാം, കുഞ്ചൻ നമ്പ്യാരെ പറയാം, പിന്നെ മാധവിക്കുട്ടിയെ പറയാം. സാഹിത്യകാരനായതുകൊണ്ട് മാധവിക്കുട്ടിയല്ല, എസ്.കെ. പൊറ്റക്കാടിനെ പറയാം. അപ്പൊ അതെന്താണ്? അദ്ദേഹം പ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ്. ശരിയായ പ്രയോഗമാണ്. ഇനി 4മത്തേത് നോക്കിക്കേ. അദ്ദേഹം ലബ്ധപ്രതിഷ്ഠനായ സാഹിത്യകാരനാണ്. എന്താണ്? പ്രതിഷ്ഠ നേടിയ എന്നുള്ള അർത്ഥമാണ് എന്ത്? പ്രതിഷ്ഠ, ലബ്ധപ്രതിഷ്ഠൻ എന്ന് പറയുന്നത്. അപ്പോൾ ജനമനസ്സുകളിൽ പ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണെന്നുള്ള അർത്ഥം തന്നെയാണ് അതിനും. അപ്പോ സ്റ്റേറ്റ്മെന്റ്സ് 2ഉം 4ഉം ശരി. ഓപ്ഷൻ ഏതാ വരുന്നത്? ഡി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഇത് അസിസ്റ്റന്റ് 2022 അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്തതിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വരട്ടെ. ക്വസ്റ്റ്യൻ വരട്ടെ. വന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. തെറ്റായ വാക്യം കണ്ടുപിടിക്കാനാണ്. നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ തെറ്റ് കണ്ടുപിടിക്കാനുള്ള പ്രാപ്തി നമ്മൾ നേടിക്കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ നമ്മൾ ഹാജാസിലെ പിള്ളേരെല്ലാം ഇത് ചെയ്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് മുഴുവനും നമുക്ക് കാണാപ്പാടമായി. മെത്തേഡ്സ് ഒക്കെ നമുക്ക് കാണാപ്പാടമായിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഓപ്ഷൻസും കാണാതെ തന്നെ. എന്നാലും നമ്മളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. അമിത ആത്മവിശ്വാസം നമ്മളെ എപ്പോഴും കൊണ്ട് കുഴിയിൽ ചാടിക്കും. അതുകൊണ്ടാണ് ഓരോ കടതോറും കയറി ഇറങ്ങി. തെറ്റാണോ ശരിയാണോ? തെറ്റാണോ? നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി, എനിക്കും മനസ്സിലായി. എങ്ങനെ? ഒന്നുകിൽ ഓരോ കടയിലും കയറി ഇറങ്ങി എന്ന് പ്രയോഗിക്കണം, അല്ലെങ്കിൽ കട തോറും കയറി ഇറങ്ങി എന്ന് പ്രയോഗിക്കണം. രണ്ടും കൂടി ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു. തെറ്റായ വാക്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനിയും ഉണ്ടോ എന്ന് അറിയണ്ടേ? നോക്കാം. ഓരോ കടയിലും കയറി ഇറങ്ങി. തെറ്റാണോ? അല്ല, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കടതോറും കയറി ഇറങ്ങി ശരിയാണ്. കടയിൽ കയറി ഇറങ്ങി അതും ശരിയാണ്. അപ്പോ എന്താണ് ഇതിലെ തെറ്റായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ ആണ്. അതാണ് ആൻസർ. ഓക്കെ, ഇത് അടുത്തതിലേക്ക് നോക്കാമേ. നോക്കിക്കോളൂ. 17ാമത്തെ ക്വസ്റ്റ്യൻ. തെറ്റായ വാക്യങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ 2 ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ലക്ഷ്യപ്രാപ്തിയിൽ എത്തണമെങ്കിൽ കഠിന പരിശ്രമം ആവശ്യമാണ്. എന്താണ്? ലക്ഷ്യപ്രാപ്തിയിൽ എത്തണമെങ്കിൽ കഠിന പരിശ്രമം ആവശ്യമാണ്. സഹനത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. മനസ്സിലായി കാണാം. എല്ലാ സുഹൃത്തുക്കളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇനി ആജാനബാഹുവും അരോഗ ദൃഢഗാത്രനുമാണ് അയാൾ. എന്തെങ്കിലും തെറ്റുണ്ടോ അതില്? ഒന്നുമില്ല. അപ്പോൾ ആദ്യത്തെ നോക്കിക്കേ. ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ കഠിന പരിശ്രമം. ലക്ഷ്യപ്രാപ്തിയിൽ എത്തണമെങ്കിൽ, ലക്ഷ്യപ്രാപ്തി എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിൽ എത്തുക എന്നാണ്. അപ്പോൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തണമെങ്കിൽ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ? തെറ്റാണ്. നമുക്കതങ്ങ് ശരിയാക്കി കളയാം. എങ്ങനെയാ ശരിയാക്കേണ്ടുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനെ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ, ഓക്കെ, ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ കഠിന പരിശ്രമം ആവശ്യമാണ്. ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ കഠിന പരിശ്രമം ആവശ്യമാണ്. ഇനി അടുത്ത തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കണ്ടേ. സഹനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഒന്നുകിൽ സഹനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ വീണ്ടും പറയണം, അല്ലെങ്കിൽ സഹനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ ആവർത്തിക്കുകയാണ്. വീണ്ടും അല്ലെങ്കിൽ ആവർത്തിക്കുകയാണ്. ഇത് രണ്ടും ഒരുമിച്ച് ആവശ്യമില്ല. ഇവിടെ എന്ത് മാത്രം മതി? ഈ വീണ്ടും ഇനി അങ്ങ് എടുത്ത് കളഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാകും. സഹനത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ഞാൻ ആവർത്തിക്കുകയാണ് എന്ന് മതി. ബാക്കി 2 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. എല്ലാ സുഹൃത്തുക്കളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇത് കാണുന്ന ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും, ഹാർദമായി അല്ലല്ലോ ടീച്ചറെ, ഹാർദവമായി അല്ലേ എന്ന്. അല്ല, എന്താണ്? തെറ്റായ പ്രയോഗമാണ്. ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ശരി. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണേ.
ആജാനബാഹുവും അരോഗദൃഢഗാത്രനുമാണ് അയാൾ. എന്താണ്, അയാളെ കാണാൻ നല്ല ജിമ്മനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ എന്താണ്, ഒരു അസുഖവും വരുന്നില്ല, ഒരു പനിയും തുമ്മലും പോലും അയാൾക്ക് വരുന്നുമില്ല. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ആജാനബാഹുവും അരോഗദൃഢഗാത്രനുമാണ് അയാൾ, ആ സ്റ്റേറ്റ്മെന്റ് ശരി. അപ്പൊ തെറ്റായ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് 1, 2. ഈ 1ഉം 2ഉം തെറ്റ് എന്ന് വന്ന ഓപ്ഷൻ ഏതാ ഉള്ളത്? ഓപ്ഷൻ എ. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. അപ്പോൾ നമ്മൾ വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു. പഠിക്കാനുള്ളതെല്ലാം നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതിൻ്റെ മെത്തേഡുകൾ, തെറ്റുകൾ, എറേഴ്സ് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ, എന്തൊക്കെയാണ് തെറ്റ്, ഏതെല്ലാം തെറ്റ് വരാം, ഇതെല്ലാം പഠിച്ച് കുറേ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് പിന്നെ മനുഷ്യനെ ഇതുവരെ കുഴപ്പിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ വാക്യശുദ്ധി എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് നമ്മൾ നീന്തി തുടിക്കുകയാണ്. ഇവിടെ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. വന്നില്ല എന്നൊന്നും പറയേണ്ട കാര്യം, വന്നു കഴിഞ്ഞു, തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞു. ഇനിയും വരാത്തവരുണ്ടെങ്കിൽ ഇതുവരെ പഠിച്ച അത്രയും കാര്യങ്ങൾ ഒന്ന് ഓടിച്ച് നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വായിക്കാൻ വയ്യ, എനിക്ക് കൈക്ക് ക്ഷയമാണ്, എനിക്ക് കാലിന് വേദനയാണെന്നൊക്കെ ഉള്ളവര് ഒന്ന് ഈ വീഡിയോ എടുത്ത് വെക്കുക. ഈ വീഡിയോസ് എല്ലാം ഒന്ന് സ്പീഡിലിട്ട് ഒന്ന് കേൾക്കുക, ഒന്ന് DJ കേൾക്കുന്ന ഒരു മൂഡിലിരുന്ന് അങ്ങ് കേൾക്കുക. എനിക്ക് വേണ്ടിയെങ്കിലും കേൾക്കുക, എനിക്ക് പാസ്സാകാൻ വേണ്ടിയെങ്കിലും നിങ്ങളിത് കേൾക്കുക, പഠിക്കുക, ഇത് മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ ഇനി നമുക്ക് വാക്യശുദ്ധി എന്നുള്ള ഭാഗത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടുന്ന ആവശ്യം വരരുത്. റിവിഷൻസ് വേണം എന്നാലും. ഓക്കെ, ഇതോടുകൂടി വാക്യശുദ്ധി എന്ന പെട്ടി ഞാൻ അടച്ചു വെക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വളരെ മനോഹരമായ ഒരു സബ്ജക്റ്റുമായിട്ട് ഞാൻ വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.